കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്ഷൻസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഓപ്പറേറ്റേഴ്സ് വിത്ത് പ്രോപ്പർട്ടി ദാറ്റ് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ഐഡംപൊട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ അത് സെൽഫ് അഡ്ജോയിൻ്റ് ആയിരിക്കും. ഈ രണ്ട് പ്രോപ്പർട്ടിയുള്ള ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽബർട്ട് സ്പേസിനെ യു ആർ ആക്ച്വലി ഡയറക്ട് സം ഓഫ് എ ക്ലോസ് അപ്പ് സ്പേസ് വൈ ആൻഡ് ഓൾസോ ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. So that from x, any x in a Hilbert space can be written as y plus z. Then projection operator is defined as p of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is defined as simply y. Okay. So നമ്മൾ കണ്ടു. സോ ഒരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ പി ആണെങ്കിൽ അതിന്റെ ഈ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബി എച്ച്. മറ്റത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മൈനസ് പി ഇൻറ്റു എച്ച്. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴാണ് പ്രൊഡക്റ്റ് ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ബി അനദർ പ്രൊഡക്റ്റ്. സോ വെൻ ഇസ് പ്രൊഡക്റ്റ് ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ബി അനദർ പ്രൊജക്ഷൻ. നമ്മളിത് നമ്മുടെ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സിനും പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സും ചെയ്ത പോലെ തന്നെയാണ്. സോ സപ്പോസ് ഐ ഹാവ് ഹിൽബർട്ട് സ്പേസ്. Okay, then the product P, suppose P is equal to P1 into P2, where P1 comma P2 are projection operators. Okay, then this P will be a projection operator on H if and only if നമ്മുടെ സെൽഫ് അഡ്ജോയിന്റ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചെയ്ത അതേ പ്രോപ്പർട്ടി തന്നെയാണ്. ദിസ് ഷുഡ് കമ്മ്യൂട്ട് ദാറ്റ് P1 P2 ഷുഡ് ബി ഈക്വൽ ടു P2. സോ ഇവർ രണ്ടുപേരും കമ്മ്യൂട്ട് ആണെങ്കിൽ ഈ പ്രോഡക്റ്റും ഒരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആയിരിക്കും. അതാണ് കണ്ടീഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ this so the P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിൽബർട്ട് സ്പേസ് വിൽ ബി പ്രൊജക്റ്റഡ് ഓൺ ടു. സോ P1 ആണെങ്കിൽ ഹിൽബർട്ട് സ്പേസ് വിൽ ബി പ്രൊജക്റ്റഡ് ഓൺ ടു P1 ഓഫ് എച്ച്. അത് P2 ആണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൊജക്റ്റഡ് ഓൺ ടു P2 ഓഫ് എച്ച്. സോ P ആണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൊജക്റ്റഡ് ഓൺ ടു P ഓഫ് എച്ച്, വേർ ദിസ് എച്ച് ദിസ് P ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഇന്റർസെക്ഷൻ ഓഫ്, ഇത് ഞാൻ y1 എന്ന് വിളിക്കുവാണ്, ഇത് ഞാൻ y2 എന്ന് വിളിക്കുവാണെങ്കിൽ ദിസ് വിൽ ബി ഇന്റർസെക്ഷൻ ഓഫ് y1 ആൻഡ് y2. ഓക്കെ, സോ P ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി P1 ഓഫ് എച്ച് intersection P2 of H. So this is the criteria. Okay, so first നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. Then we'll also prove an associate result. So let's try to prove this. Okay, so എന്തൊക്കെയാണ്? So the product P1 P2 projection ആവണമെന്നുണ്ടെങ്കിൽ they should be commuting. Okay, അതുപോലെ തന്നെ if they are commuting, you have to show that P1 P2 is also projection. Okay, so first അത് വരാം. Suppose P1 P2 is equal to P2 P1. I have to show that P1 I am going to define P as P1 P2. ഇപ്പോൾ കമ്മ്യൂട്ടിംഗ് ആയതുകൊണ്ട് എങ്ങനെ ഡിഫൈൻ കുഴപ്പമില്ല. I have to show that P is a projection. So എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പ്രൊജക്ഷൻ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൾ ഇഫ് കണ്ടീഷൻ നമുക്കറിയാം. രണ്ട് കണ്ടീഷനാണ്. ഒന്ന് ഐഡംപൊട്ടന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സെൽഫ് അഡ്ജോയിന്റ് ആയിരിക്കും. പക്ഷേ P1 P2 കമ്മ്യൂട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി P എന്തായിരിക്കും? P will be self adjoint. സോ ആ ഒരു പാർട്ട് കഴിയും. ഇനി ഐഡംപൊട്ടന്റ് ആണെന്ന് കൂടെ കാണിച്ചാൽ മതി. സോ അതിന് വേണ്ടി എന്ത് ചെയ്യും? യു ഹാവ് ടു ഫൈൻഡ് P സ്ക്വയർ. P സ്ക്വയർ ഇസ് ആക്ച്വലി P1 P2 സ്ക്വയർ, അതായത് P1 P2 into P1 P2 ആണ്. പക്ഷേ ദേ ആർ കമ്മ്യൂട്ടിങ്, സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് P1 P1 P2 P2 വരും. ദിസ് ഇസ് ആക്ച്വലി P1 സ്ക്വയർ P2 സ്ക്വയർ ആണ്. P1 സ്ക്വയർ P2 സ്ക്വയർ. ബട്ട് your P1 and P2 ആർ പ്രൊജക്ഷൻ ആണ്. സോ വിൽ ബി ഗെറ്റിംഗ് ദിസ് ആസ് P1 P2, which is same as your P. So you have got P square is equal to P. Okay, so that means it is a projection, and moreover you know that so for every projection under P square now, so this means your product is also a projection. Okay, ഇനി നമ്മൾ ഇതിന്റെ ആ ഒരു ഇമേജ് P of H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is actually y1 intersection y2 എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ആണ്. സപ്പോസ് യു ടേക്ക് an x element of H, that means P square of x is equal to P of x വേണം. P square of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി P square of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി P of x ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. P of x എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇസ് P1 P2 of x ആണ്, അല്ലേ? സോ ദാറ്റ് ഇസ് P1 of P2 of x ആവാം, അതുപോലെ തന്നെ P2 of P1 x ആവാം, ബിക്കോസ് ദേ ആർ കമ്മ്യൂട്ടിംഗ് തന്നിട്ടുണ്ട്. സോ ദിസ് മീൻസ് ദാറ്റ് the P1 ഇമേജിൽ വന്ന് കിടക്കുക. സോ ദാറ്റ് മീൻസ് ദിസ് മീൻസ് ദാറ്റ് ദിസ് ലൈസ് ഇൻ y1, the entire thing, like because P1 of something എടുത്തിരിക്കുന്നു. സോ ദിസ് മീൻസ് ദാറ്റ് your P1 P2x lies in y1, and also this means that the P2 of something ആണ്. So P2 of something ആണ്. So that means it automatically P2 of H വന്ന് കിടക്കും. That means this will be lying in y2. So same element is lying both in y1 and y2. Okay, so what are you getting? This element will be in both y1 and y2. So this is a projection from this into y1 intersection y2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്ഷൻ ഓൾറെഡി പ്രൂവ് ചെയ്തു. പക്ഷേ നമുക്ക് അതിനകത്ത് എങ്ങോട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ y1 intersection y2യിലേക്കായിരിക്കും പ്രൊജക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി y1 intersection y2യിൽ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേ പ്രോപ്പർട്ടി ഉണ്ടോ? ഇതുണ്ടോ? സോ സപ്പോസ് യു ടേക്ക് any y in y1 intersection y2. Okay, so that will also be that will be in the image of this P.
Okay, so this means y1 intersection y2, that means y1 y1 y is actually equal to some p1 of y ആയിരിക്കും, and it also will be equal to p2 of y ആയിരിക്കും. So if you take p of y, what will you get? That is p1 p2 of y കിട്ടും. That is actually p1 of p2 of y എന്ന് പറഞ്ഞാൽ y കിട്ടും. So that is p1y. Again p1y എന്ന് പറഞ്ഞാൽ y ആണ് due to projection of property. So that means py is equal to y. So y1 intersection y2 എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ you can find a reverse image also you can find it out. So എക്സാക്ട്ലി നിങ്ങളുടെ പി ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഇറ്റ് വിൽ ബി y1 ഇന്റർസെക്ഷൻ y2. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി തിരിച്ചുള്ളത്, സപ്പോസ് എന്താ കാണിക്കണ്ടേ? ഓക്കെ, സപ്പോസ് എന്താ കാണിക്കണ്ടേ? നൗ വി ഹാവ് ദാറ്റ് സപ്പോസ് യുവർ പി ഇസ് എ പ്രൊജക്ഷൻ, യു ഹാവ് ടു ഷോ ദാറ്റ് it commutes. So P1, P2 is equal to P2, P1 കൂടെ P is a projection, you have to show that P1, P2 is equal to P1, P2. So P projection ആയതുകൊണ്ട് തന്നെ P1, P2 is a projection. So that means P1, P2 is also self-adjoint. Now if product of two self-adjoint, so P1 ഉം P2 പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ അവന്മാർ സെൽഫ്-അഡ്ജോയിന്റ് ആയിരിക്കും. So product of two self-adjoint operators is self-adjoint if and only if they are commuting ആണ്. So if and only if condition automatically ഉണ്ട്. So therefore P1, P2 self-adjoint if and only if they commute. That means automatically what will you get? P1, P2 should be equal. So self-adjointness property വെച്ച് തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാം. Okay, P1, P2 is equal to P2. Okay, so that is the condition. So എന്ത് മനസ്സിലായി? Product of two projection operators is a projection operators provided it commutes, and moreover അവരുടെ it will be പ്രൊജക്ട് ചെയ്യുന്നത് y1 ഇന്റർസെക്ഷൻ y2യിലേക്കായിരിക്കും ഇത് പ്രൊജക്ട് ചെയ്യുന്നത്. ഈ y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yi എന്ന് പറഞ്ഞാൽ pi ഓഫ് h. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇനി അതിൻ്റെ ഒരു വേറൊരു സാധനം, വേറൊരു കോൺസിക്വൻസും കൂടെ പറയാണ്. ടു ക്ലോസ് സബ്സ്പേസസ് y ആൻഡ് v ആർ ഓർത്തോഗണൽ. ഓക്കെ, if so y close subspace എടുത്ത് ഓട്ടോമാറ്റിക് എനിക്കൊരു പി വൈ ഡിസ്കസ് ചെയ്യാം, ക്ലോസ് സബ്സ് വി എടുത്ത് ഓട്ടോമാറ്റിക്കലി പി വൈ ഡിസ്കസ് ചെയ്യാം. സോ if they are orthogonal if and only if corresponding projection satisfy py is equal to 0. Okay, so this is the condition. So ഒരു ക്ലോസ് സബ്സ്പേസ് y ആണെങ്കിൽ I can also talk of its per മറ്റേ ക്ലോസ് സബ്സ്പേസ് ആണെങ്കിൽ നമുക്ക് പുറത്തോട്ട് സംസാരിക്കാം. നമ്മൾ ഇത് ഇവന്മാർ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള പറയാം. സോ ടു ക്ലോസ് സബ്സ്പേസ് ആർ ഓർത്തോഗണൽ if and only if their corresponding projections are also orthogonal. Okay, so satisfy this property. Okay, very simple ആണ്. Suppose y is perpendicular to v ആണെന്ന് വിചാരിക്കുക. So that means y intersection v എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ക്ലോസ് ഓഫ് സ്പേസ് ആണ്, only it will be 0. Okay, so y intersection v is 0 ആണ്. So if you take py and pv, they are actually projections. So py pv will be a projection, and actually നേരത്തെ റിസൾട്ടിൽ നിന്ന് കിട്ടി they will be projecting onto y intersection v, it is actually 0. So that means py pv of ഏത് x എടുത്തു കഴിഞ്ഞാൽ you will be getting 0 for all x element of h. So what does that mean? എന്തുകൊണ്ടെങ്കിലും ഇത് പ്രൊജക്ട് ചെയ്യുന്ന ഇത് 0-ലിട്ടോ എത്തുള്ളൂ. സോ ഏത് x എടുത്താലും 0 ആയിട്ടും. So that means automatically your py pv is equal to 0. Very simple proof. Okay, suppose തിരിച്ച് py pv 0 ആണെന്ന് വിചാരിക്കുക. I have to show that y is orthogonal to v. Okay, so let your y be element of some y and v be element of v. I have to show that inner product yv is equal to 0. So inner product yv is actually equal to inner product py comma pv, because they are projections. Py of y and pv of v, that is actually by self-adjoint property, that is actually y inner product py pv of v. Okay, now py pv എന്ന് പറഞ്ഞാൽ 0 ആണ്. So that means you'll be getting inner product y 0. So that means automatically you'll be getting 0. Since y and v are arbitrary, means that your y is actually perpendicular to v. Okay, very simple proof. Okay, ഇനി ഈ സെക്ഷനിലെ ഫൈനൽ ആയിട്ടുള്ള പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ടു പ്രൊജക്ഷൻസ് എപ്പോഴാണ് പ്രൊജക്ഷൻ? സോ വെൻ ഈസ് സം ഓഫ് ടു പ്രൊജക്ഷൻസ് ബി എ പ്രൊജക്ഷൻ? സം ഓഫ് ടു പ്രൊജക്ഷൻ സപ്പോസ് P1 and P2 എപ്പോഴാണ് പ്രൊജക്ഷൻ? സോ എപ്പോഴാണ് പ്രൊജക്ഷൻ? സോ ഇഫ് ഇറ്റ് ഈസ് സപ്പോസ് you have two projections P1 and P2, then their sum is a projection. Sum is a projection if and only if their corresponding ആയിട്ടുള്ള ക്ലോസ് ഓഫ് സ്പേസ് എടുക്കുക. അതായത് P1H and P2H are if and only their P1H and P2H are orthogonal. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും the sum of two projections are will be a projection. നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വെച്ചാൽ സപ്പോസ് P is equal to P1 plus P2 ഒരു
പ്രൊജക്ഷൻ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് P1 is equal to P1 plus P2 പ്രൊജക്ഷൻ ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് ക്യാൻ യു സേ? യു ക്യാൻ സേ ദാറ്റ് P square is equal to P. P square is equal to P എന്ന് പറഞ്ഞാൽ P1 plus P2 the whole square is equal to P1 plus P2. Now you expand it. What will you get? P1 square plus P1 P2 order matters ആണ് ഇവിടെ. Plus P2 P1 കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്കറിയില്ല, അതുകൊണ്ടാണ്. Plus P2 square is equal to P1 plus P2. Okay, P1 square എന്ന് പറഞ്ഞാൽ P1 ആണ്. So P1 P2 plus P2 P1 plus P2 is equal to P1 plus P2 because P1 ഉം P2 projections ആണ്. So P1 square plus P2 square, P1 square P1 ആയിരിക്കും, P2 square P1 ആയിരിക്കും. ഇവിടെ P1 ഉം P1 cancel ആയി പോകും. So we will be getting P1 P2 plus P2 P1 is equal to 0. ഞാൻ ഇവിടെ ഒന്നും കൂടെ എഴുതാം. That is your P1 P2 plus P2 P1 is equal to 0 in any case. Okay. What I'm going to do is that I'm going to multiply this left side by P2. So what will you get? What is this computations ആണ്? So it will be P2 P1 P2 വരും plus P2 square P1 വരും, അത് 0 വരും. So that is actually P2 P1 P2 plus P2 P1 because it's a projection. ഇനി റൈറ്റ് സൈഡിൽ വീണ്ടും ഇതുപോലെ തന്നെ P2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. So what will you get? P2 P1 P2 square വരും plus P2 P1 P2 is equal to 0 വരും. So we'll be getting P2 P1 P2 because P2 is a projection plus P2 P1 P2 is equal to 0. That means your P2 P1 P2 is equal to 0. Okay, I hope this is clear. Okay. So from this, what can you say? So P2 P1 P2 0 ആണെങ്കിൽ automatically എന്ത് കിട്ടും? That means you will be getting your P2 P1 is equal to 0. You will be getting P2 P1 is equal to 0. Okay. Now തൊട്ട് മുമ്പത്തെ തിയറം പ്രകാരം ഇപ്പൊ രണ്ട് പ്രൊജക്ഷൻസിന്റെ PY PV 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറസ്പോണ്ടിങ് ക്ലോസ് അപ്പ് സ്പേസുകൾ ഓർത്തോഗണൽ ആയിരിക്കും. സോ ഫ്രം ദിസ് യു ക്യാൻ സേ ദാറ്റ് ഓട്ടോമാറ്റിക്കലി യുവർ എന്തായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള P1H ആൻഡ് ഓൾസോ P2H will be orthogonal. തൊട്ട് മുമ്പത്തെ നമ്മൾ തിയറം പോവുക. സോ ഇറ്റ് വിൽ ബി ഓർത്തോഗണൽ യൂസിങ് ദാറ്റ് റിസൾട്ട്. ഓക്കെ, വെരി സിമ്പിൾ റിസൾട്ട്. ഓക്കെ, ഇനി തിരിച്ചുള്ള സപ്പോസ് എന്താ നമ്മൾ സപ്പോസ് യുവർ Y1 ഇന്റർസെക്ഷൻ Y2 ഓർത്തോഗണൽ എന്ന് വിചാരിക്കുക. Y1 intersection Y2 orthogonal, automatically your P2 P1 will be 0, and similarly your P1 P2 also will be 0. So that means P1 P2 P2 P1 is 0 ആണെങ്കിൽ ഇത് 0 ആണെങ്കിൽ automatically this means that ഈ full thing 0 ആയിട്ട് കിട്ടും. So we'll be getting P1 square, so P1 plus P2 the whole square പറയുമ്പോൾ എന്താവും? It will be simply be ഇത് രണ്ടും 0 ആയി കഴിഞ്ഞാൽ it will be simply be P1 plus P2. So it is idempotent കിട്ടും. And moreover P1 and P2 they are actually or projections ആയതുകൊണ്ട് they are self-adjoint ആണ്. So sum of two self-adjoint operators is again self-adjoint. So we'll be getting that P1 plus P2 is also a projection. Okay, തീർച്ചയായും ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അതിൻ്റെ കൂടെ തന്നെയുള്ള റിസൾട്ട് ആണ്. ഇഫ് P is equal to P1 plus P2 is a projection, P is equal to P1 plus P2 is a projection. Okay, P actually projects H onto Y1 direct sum Y2. Okay, ഇവിടെ Y1 ഉദ്ദേശിക്കുന്നത് P1 of H ആണ്, Y2 ഉദ്ദേശിക്കുന്നത് P2 of H ആണ്. ഓക്കെ, സോ Y1 എന്ന് പറഞ്ഞാൽ P1 of H ആണ്, സോ Y2 എന്ന് പറഞ്ഞാൽ P2 of H. Okay, so since so let us try to prove this. ഉദ്ദേശിക്കുന്നത് P of H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാണിക്കേണ്ടത്? You have to show that P of H is actually your Y1 direct sum Y2 എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ if you take any y, or suppose if you take P of x, this can be written as P1 plus P2 of x. Okay, so that is actually your P1x plus P2 of x. So that means this is a subset of, so this is actually y1 plus y2 elements. So this is actually subset of y1 direct sum y2. So you have got P of h, so you have got your P of h or your y. So y in your P of h. So you have got that P of h is a subset of y1 direct sum y2. ഇനി തിരിച്ചുള്ള കണ്ടീഷൻ കാണിച്ചാൽ മതി. So I will show that now y contains actually y1 plus y2. Okay, so അതിന് വേണ്ടിയിട്ട് let you consider take some v element of this y1 direct sum y2. V element of this y1 direct sum y2. That means v can be written uniquely as y1 plus
y2. We can return as uniquely as y1 plus y2, where your y1 element of capital Y1 and y2 element of capital Y2. Okay. So now you apply this P on this V. So what will we get? So what will we get? So your PV will be actually be equal to P1 plus P2 of V. That is actually equal to P1 of y1 plus y2 plus P2 of y1 plus y2 വരും. So that is actually P1 of y1. So that means this will be simply be P1 of y1 ആയിരിക്കും. കാരണം വെച്ചാൽ ഇതിന്റെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 മാത്രമാണ്, y1 എലമെന്റ്സിലേക്കാണ് പോകുന്നത്. ഏത് സാധനത്തിനും y1 ഉള്ള സ്പിറ്റിലേക്കാണ് പോകുന്നത്. So you will only get P1 of y1 here. So this will be simply be P2 of y2. So that is actually so for example x is equal to y plus z ആണെങ്കിൽ p of x എടുത്തു കഴിഞ്ഞാൽ y അല്ലേ, y പാർട്ട് മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ ഈ പാർട്ട് ഉണ്ടാവില്ല. സോ ദിസ് ഇസ് ആക്ച്വലി വാട്ട് വിൽ യു ഗെറ്റ്. ഇവിടെ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ p1 of y1 plus y2 എന്ന് പറഞ്ഞാൽ യു വിൽ ഓൺലി ഗെറ്റ് y1 ബിക്കോസ് y1 ഈസ് യുവർ p1 of h. Okay, and similarly p2 y1 plus y2 എന്ന് പറഞ്ഞാൽ യു വിൽ ഓൺലി ഗെറ്റ് യുവർ y2. So that is your y1 plus y2, which is actually your v. So what does that mean? So this means that v is element of y, but you have taken v as element of y1 plus y2. So that means y1 plus y2 is a subset of y. So your y is direct sum of this y1 plus y2. So that completes this section. Okay, thank you.